ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് നമ്മളെ വീഡിയോ എന്ന് പറയുന്നത് നേന്ത്രപ്പഴം വെച്ചിട്ടുള്ള നല്ലൊരു ഇടിയപ്പമാണ് കേട്ടോ. ഇടിയപ്പം എന്ന് പറയുന്നത് നമ്മൾ നൂൽപുട്ട് എന്നാണ് പറയൽ കേട്ടോ. ഇതിന് ഇടിയപ്പം എന്നാണ് ഇതിൻ്റെ ശരിക്കുള്ള പേര്. നൂൽപുട്ട് എന്നാണ് നമ്മളെ മലബാർ ഭാഗത്തേക്ക് ഇതിന് പറയാം. അപ്പോൾ നേന്ത്രപ്പഴം വെച്ചിട്ടുള്ള ഈ ഒരു നൂൽപുട്ട് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ള ഈസി ആയിട്ട് ഉണ്ടാക്കുന്ന ഒരു മെത്തേഡാണ് ഞാൻ കാണിക്കുന്നത്. ഒരു പ്രയാസവും ഇല്ല കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും, സ്നാക്കായിട്ടും ഫുഡായിട്ടും എല്ലാം പറ്റുന്ന അടിപൊളിയാണ്. അപ്പോൾ ഈ ഒരു ഇടിയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നല്ലോണം പഴുത്ത പഴമാണ് ആവശ്യം. നമുക്ക് നല്ല പഴുത്തിട്ടുള്ള 4 നേന്ത്രപ്പഴമാണ് ഞാൻ എടുത്തത് കേട്ടോ. അത്യാവശ്യം വലിയ സൈസുള്ള ഒരു 4 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. നന്നായിട്ട് പഴുത്തതാവണം, നല്ല മധുരമുള്ളതുമായിരിക്കണം കേട്ടോ. മധുരമില്ലെങ്കിൽ പിന്നെ പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി. പക്ഷെ നല്ലോണം പഴുക്കണം. അപ്പോൾ ഞാനത് ഫ്രിഡ്ജിൽ വെച്ചുകൊണ്ടാണ് ഇങ്ങനെ ഒരു കറുപ്പ് കളറ് പുറമേ ആയത്. അപ്പോൾ ഞാനത് 4 ഇങ്ങനെ മുറിച്ചിട്ട് മുറിച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇതൊന്ന് പുഴുങ്ങിയെടുക്കണം. ആവിയിലാണ് ഞാനിപ്പോൾ ഇത് വേവിച്ചെടുക്കാൻ വേണ്ടി പോണത്, സ്റ്റീം ചെയ്തിട്ട്. അപ്പോൾ സ്റ്റീമർ വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലെ നമ്മളിപ്പോൾ മുറിച്ച് വെച്ച എല്ലാ പഴവും ഇതിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. വെള്ളത്തിലിട്ട് പുഴുങ്ങുന്നതിനെക്കാട്ടും നല്ലത് ഇങ്ങനെ സ്റ്റീം ചെയ്തിട്ട് പുഴുങ്ങിയെടുക്കലാണ്. അപ്പോൾ വെള്ളം കയറൂല. അപ്പോൾ അത് നന്നായിട്ടൊന്ന് അടിയിലുള്ള വെള്ളം തിളയ്ക്കട്ടെ. അപ്പോൾ അത് മൂടി വെച്ച് കൊടുത്താൽ മതി. ഇപ്പോൾ അത് നന്നായിട്ട് പുകയൊക്കെ വന്നിട്ടുണ്ട്. മൂടി വെച്ച് കൊടുത്തിട്ട് ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ ആയി കിട്ടും കേട്ടോ. നല്ല പഴുത്ത പഴമാണെങ്കിൽ 10 മിനിറ്റ് മതി. ഇപ്പോൾ അത് 10 മിനിറ്റിന് ശേഷമുള്ളതാണിത്. കണ്ടോ, 10 മിനിറ്റ് കൊണ്ട് തന്നെ നന്നായിട്ട് അതിൻ്റെ ഒരു സ്കിന്നൊക്കെ റിമൂവ് ആയി വന്നിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം നന്നായിട്ട് പഴുത്ത പഴമാണിത്. ഇപ്പോൾ അത് നല്ല തണുത്തതിന് ശേഷം ഞാൻ അതിൻ്റെ സ്കിന്നൊക്കെ മാറ്റിയെടുത്തതാണ്, തൊലിയൊക്കെ പൊക്കിയെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനിത് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇതിന് നമുക്ക് അരച്ചെടുക്കണം. അപ്പോൾ നല്ല പഴുത്ത പഴമായതുകൊണ്ട് തന്നെ പെട്ടെന്ന് അരഞ്ഞ് കിട്ടും. അപ്പം നിങ്ങളെ മിക്സിയിൽ ഇനിയിപ്പം വെള്ളത്തിൻ്റെ ആവശ്യം വരികയാണെങ്കിൽ 2-3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. പിന്നെ ഞാൻ ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂണ് ഏലക്കായൻ്റെ പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ മധുരം നോക്കിയിട്ട്, ഈ പഴം തിന്ന് നോക്കിയിട്ട് മധുരം കുറവാണെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കണേ. ഇപ്പോൾ അത് ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഞാനിവിടെ വെള്ളം ചേർക്കാണ്ടാണ് അരച്ചെടുത്തത് കേട്ടോ. നല്ല പേസ്റ്റ് പോലെ ആക്കിയിട്ട് അരച്ചെടുക്കണം. അതാണ് ഇതിൻ്റെ പാകം എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ അരക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഈ ഒരു പാകത്തിൽ അരച്ചെടുക്കുക. അപ്പോൾ ഞാനിത് തിന്ന് നോക്കിയപ്പോൾ നല്ല മധുരമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പഞ്ചസാര ചേർക്കാഞ്ഞത്. ഇല്ലെങ്കിൽ കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കണേ. ഇപ്പോൾ ഇത് ഞാൻ പൊടി കുഴയ്ക്കുന്ന ഒരു പരന്ന പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ആ മൊത്തം ഞാൻ ആ മിക്സിയിൽ നിന്ന് മാറ്റിയെടുത്തതാണിത്. ഇനി ഇതിലേക്ക് നമ്മളെ പത്തിരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പത്തിരിപ്പൊടി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാൻ പറ്റും. പത്തിരിപ്പൊടി വാങ്ങിക്കാനും കിട്ടും. അല്ല നിങ്ങൾ ഉണ്ടാക്കുന്നതാണെങ്കിൽ പച്ചരി പൊടിച്ചിട്ട് വറുത്തെടുക്കുന്ന പൊടിയാണിത്. പച്ചരി പൊടിയാണിത് വറുത്തത്. അത് 2 കപ്പാണ് ഞാനിപ്പോൾ എടുത്തത്. 1 കപ്പ് പൊടിക്ക് 2 പഴം എന്നുള്ളതാണ് കണക്ക്. അപ്പോൾ ഞാൻ 4 പഴം എടുത്തിട്ടുണ്ടല്ലോ, അപ്പം 2 കപ്പ് പൊടി. ഇനിയിപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. ഉപ്പ് എന്തായാലും ഇട്ട് കൊടുക്കണേ. ഉപ്പ് പൊടിക്ക് ആവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ ഇത് ഈ ഒരു പഴുത്ത പഴം കൂടി ആയതുകൊണ്ട് കയ്യിൽ നന്നായിട്ട് ഒട്ടിപ്പിടിക്കും. അതുകൊണ്ട് ഞാനിപ്പോൾ ആദ്യം ഒന്ന് സ്പാച്ചുല വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കൈ വെച്ചിട്ട് കുഴച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ആദ്യം തന്നെ കൈ കൊണ്ട് കുഴക്കണമെങ്കിൽ അങ്ങനെ കുഴച്ചെടുക്കാം കേട്ടോ. പെട്ടെന്നായി കിട്ടും, ഒരു പ്രയാസവും. അപ്പോൾ ഞാനിപ്പോൾ ഒന്ന് എന്താ പറയുക, ആദ്യം ഒന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം മാത്രമാണ് കൈ വെച്ച് കുഴച്ചെടുക്കാൻ വേണ്ടി പോണത്. അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ബാക്കി കൈ വെച്ചിട്ട് കുഴച്ചെടുക്കുകയാണ്. അപ്പോൾ ചിലർ ഇതിൽ വെളിച്ചെണ്ണ നെയ്യൊക്കെ ആക്കുന്നത് കാണലുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പം അതൊന്നും ചേർക്കണില്ല, ജസ്റ്റ് ഇത് മാത്രമാണ് കുഴച്ചെടുക്കുന്നത്. അപ്പോൾ ഇന്നിങ്ങനെ കുഴയ്ക്കുന്ന സമയത്ത് ഇങ്ങനെ ചെറുതായിട്ടൊരു സ്റ്റിക്കി ആയിട്ടാണ് ഉണ്ടാവുക. നന്നായിട്ട് കയ്യിലൊക്കെ ഒന്ന് ഒട്ടിപ്പിടിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ മധുരമുള്ള സാധനമല്ലേ നമ്മൾ ഇതിൽ ചേർത്തത്. നല്ല മധുരമുള്ള പഴം അരച്ചതായതുകൊണ്ട് തന്നെ കുറച്ച് ഒട്ടിപ്പിടിക്കലുണ്ടാവും. പക്ഷെ അത് കാര്യമാക്കണ്ട, നന്നായിട്ടൊന്ന് നല്ല സ്മൂത്തായിട്ട് കുഴച്ചെടുക്കാം. ഉണ്ടാക്കാനും എളുപ്പമാണ്. നമ്മൾ സാധാരണ ഇടിയപ്പം ഉണ്ടാക്കുന്ന സമയത്ത് പിന്നെ ഈ ഇടിയപ്പത്തിൻ്റെ അച്ചുകൂടി ഊന്നിയെടുക്കാൻ കുറച്ച് പണിയായിരിക്കുമല്ലോ. ഇതങ്ങനെയല്ലേ, ഇത് നമ്മൾ തിരിക്കുമ്പോഴത്തേക്കന്നെ പെട്ടെന്ന് ഈസി ആയിട്ട് വരും കേട്ടോ. അതുകൊണ്ട് ഇതൊരു പ്രയാസമുള്ള സാധനമല്ല, പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും, കുട്ടികൾക്കൊക്കെ ഇഷ്ടമായിരിക്കും. പിന്നെ നേന്ത്രപ്പഴം ആയതുകൊണ്ട് തന്നെ നല്ല ഹെൽത്തിയും കൂടിയാണല്ലോ. അപ്പോൾ അത് ഞാൻ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. നല്ല സ്മൂത്തായിട്ട് കുഴക്കണേ. ഇപ്പം നല്ല പാകത്തിലായി വന്നതാണ് കേട്ടോ. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ പഴത്തിൻ്റെ കൂടെ നിങ്ങൾ തീരെ വെള്ളം ചേർക്കാൻ പാടില്ല. പഴം വെച്ചിട്ട് മാത്രമേ അത് കുഴച്ചെടുക്കാൻ പാടുള്ളൂ കേട്ടോ. തീരെ വെള്ളം ചേർക്കാൻ പാടില്ല. അപ്പോൾ ഞാൻ കുഴച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ കൈയൊക്കെ കഴുകിയിട്ടുണ്ട്. ഇനി ഇടിയപ്പത്തിൻ്റെ ആ ഒരു ഇങ്ങനത്തെ അച്ചുണ്ടല്ലോ, ചെറിയ ഏറ്റവും നേരിയ ഓട്ടമുള്ള ചില്ലാണ് ഞാനിപ്പോൾ ഇതിലിട്ട് കൊടുത്തത്. എന്നിട്ട് നന്നായിട്ടൊന്ന് എണ്ണ വരട്ടിയിട്ടുണ്ട് കേട്ടോ. അതിൽ ഫുള്ളായിട്ടൊന്ന് എണ്ണ വരട്ടിയിട്ടുണ്ട്. കൈമലും ഒന്ന് ഓയിലാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ചെറിയ ചെറിയ കുറച്ച് ഉരുളകളാക്കിയിട്ട് നമ്മൾ ഈ പിന്നെ ഇടിയപ്പത്തിൻ്റെ അച്ചിലേക്ക് നിറച്ച് കൊടുക്കുക. പിന്നെ ഇത് ഒട്ടൊന്നുമില്ല കേട്ടോ. കയ്യിൽ ഈ എണ്ണയും കൂടി ഉള്ളതുകൊണ്ട് ഇനി ഒട്ടിപ്പിടിക്കൊന്നുമില്ല. ഇതിങ്ങനെ ജസ്റ്റ് ഒന്ന് ഇതിൽ ഫില്ലാക്കി എടുക്കുക. അപ്പോൾ ഞാൻ അത് നിറച്ചും ഫില്ലാക്കിയിട്ടുണ്ട്, നിറച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് മൂടിയെടുക്കാം. ഇതിൽ വെള്ളം ചേർക്കരുത് എന്ന് പറഞ്ഞാൽ വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ ടേസ്റ്റ് മാറും കേട്ടോ. അതുകൊണ്ട് തന്നെ കുഴയ്ക്കുന്ന സമയത്ത് തീരെ വെള്ളം ചേർക്കരുത്. ആ ഒരു പഴം വെച്ച് മാത്രം കുഴച്ചെടുക്കാൻ വേണ്ടി നോക്കണേ.
ഇനിയിപ്പോൾ ഞാനിത് ഇഡലി തട്ടിലാണ് ഞാനിപ്പോൾ ഇവിടെ ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് ഇടിയപ്പത്തിൻ്റെ ആ പ്ലേറ്റ് ഇല്ലേ, ഓട്ട ഉള്ള ഒരു പ്ലേറ്റ് ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അങ്ങനെ പരന്ന് ഉണ്ടാക്കുന്നതാണ് പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റുക. അതേപോലെ തന്നെ വേവിക്കാനൊന്നും ടൈം വേണ്ട. ആ പരന്നിട്ടുള്ള പ്ലേറ്റ് ആണെങ്കിൽ 2-3 മിനിറ്റാണ് വേവിക്കേണ്ട ടൈം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പരന്ന് കിട്ടുമ്പോൾ നല്ല ടേസ്റ്റുമാണ്, കാണാനും ഭംഗിയുണ്ടാവും. എൻ്റെ അടുത്ത് ഇപ്പോൾ അത് ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിപ്പോൾ അത് ഇഡ്ഡലി തട്ടിലാക്കിയത്. ഇഡ്ഡലി തട്ടിലാക്കിയാലും പ്രശ്നമൊന്നുമില്ല, വേവിൻ്റെ സമയം കുറച്ച് കൂടുന്നേ ഉള്ളൂ. കാരണം അത് കുഴിയല്ലേ, അപ്പോൾ കുഴിയിലേക്ക് കുറച്ച് കൂടുതൽ ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് ആ ഒരു 3 മിനിറ്റ് കൊണ്ടൊന്നും ആയി കിട്ടൂല. ഞാനൊരു 10 മിനിറ്റ് ഇവിടെ വേവിച്ചെടുക്കുന്നുണ്ട്. അത്ര വ്യത്യാസമുള്ളൂ കേട്ടോ. മറ്റേത് കാണാനും ഭംഗിയായിരിക്കും, പെട്ടെന്ന് ആയി കിട്ടുകയും ചെയ്യും. അപ്പോൾ ഞാൻ എല്ലാ ഇഡ്ഡലിൻ്റെ തട്ടിലും ഇങ്ങനെ ചുറ്റിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വേവിച്ചെടുക്കണം. അപ്പോൾ സ്റ്റീമർ വെച്ചിട്ടുണ്ട്, അതിലേക്ക് നമ്മളിത് ഓരോന്നോരോന്നായിട്ട് വെച്ച് കൊടുക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞല്ലേ, ഞാനിപ്പോൾ ഈ ഒരു ഇഡ്ഡലി തട്ടിൽ വെച്ചതുകൊണ്ട് മാത്രം ഞാനൊരു 10 മിനിറ്റാണ് ഇത് വേവിച്ചെടുക്കുന്നത്. നിങ്ങളടുത്ത് ഇടിയപ്പത്തിൻ്റെ തട്ട് തന്നെയാണ് വെച്ച് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു 3 മിനിറ്റ്, മാക്സിമം ആണ് 5 മിനിറ്റ് ഒക്കെ കേട്ടോ, അപ്പോഴത്തേക്ക് തന്നെ ആയി കിട്ടും. ഇനി ഇത് മൂടി വെക്കുകയാണ്. ഇനി 10 മിനിറ്റ് കഴിയട്ടെ. അപ്പോൾ നമ്മളെ ഇടിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളിയാണ്. നമ്മൾ തൊട്ട് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. നല്ലോണം വെന്താണ് കേട്ടോ. 10 മിനിറ്റ് വേവിക്കാമെന്നൊക്കെ പറഞ്ഞാൽ സൂപ്പറായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഇത് ചൂടാറിയതിന് ശേഷം നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ അത് കാണാനുള്ള ഭംഗി പോലെ തന്നെ നല്ല യെല്ലോ കളറാണ്. ഇതിപ്പോൾ ക്യാമറയിൽ ലൈറ്റ് കളറായിട്ടാണ് കാണിക്കുന്നത്. ഇങ്ങനെയല്ല, നല്ല ഡാർക്ക് യെല്ലോ കളർ തന്നെയാണ് കേട്ടോ. നേന്ത്രപ്പഴം നല്ല പഴുത്തതല്ല നമ്മൾ എടുക്കുന്നത്, അതുകൊണ്ട് തന്നെ നല്ല യെല്ലോ കളറിലാണ് ഉണ്ടാവുക. അതുപോലെ തന്നെ നന്നായിട്ട് വേവുകയും ചെയ്തിട്ടുണ്ട്. നൂഡിൽസ് പോലെ അത് ഇങ്ങനെ അടർത്തി എടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. നല്ല ഇതിലാണ് ഉണ്ടാവുക. പിന്നെ അതുപോലെ തന്നെ ഇത് തേങ്ങാപ്പാൽ വെച്ചിട്ടാണ് സാധാരണ കഴിക്കുക കേട്ടോ. ഇതിൻ്റെ കൂടെ കോമ്പിനേഷൻ എന്ന് പറയുന്നത് തേങ്ങാപ്പാലും നേന്ത്രപ്പഴവും തന്നെയാണ്. അപ്പോൾ ഞാനിവിടെ ആ ഒരു തേങ്ങാപ്പാൽ ഡയറക്റ്റ് എടുക്കുന്നതിനെക്കാട്ടിലും കുറച്ച് വ്യത്യാസമായിട്ട് ഞാൻ 2 കപ്പ് തേങ്ങാപ്പാലും 1 സ്പൂൺ കോൺഫ്ലവറും ബാക്കി പഞ്ചസാരയും ചേർത്തിട്ടൊന്ന് കുറുക്കിയെടുത്തതാണ് കേട്ടോ. ഇതാകുമ്പോൾ ഒരു സോസ് പോലെ ആവും. അപ്പോൾ കഴിക്കാൻ കുറച്ചും കൂടെ ഒരു ടേസ്റ്റി ആവാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ആക്കിയെടുത്തത്. എല്ലാം നിങ്ങൾക്ക് ഡയറക്റ്റ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ് വേണ്ടിയെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇങ്ങനെ ഒന്ന് സോസ് ആക്കിയെന്നേ ഉള്ളൂ. 1 സ്പൂൺ കോൺഫ്ലവർ കലക്കിയിട്ട് പഞ്ചസാരയും കൂടെ ചേർത്ത് മിക്സ് ആക്കി ഒന്ന് കുറുക്കിയെടുത്തതാണിത്. ഇനി ഇതിൻ്റെ കൂടെ കുറച്ച് നേന്ത്രപ്പഴം ഞാൻ നെയ്യിൽ ഒന്ന് വാട്ടിയെടുത്തിട്ടുണ്ട്. ഇതെല്ലാവർക്കും അറിയാമല്ലോ, നേന്ത്രപ്പഴം വട്ടത്തിൽ മുറിച്ചിട്ട് ഒന്ന് നെയ്യിൽ വാട്ടിയെടുത്തതാണിത്. അതും കൂടെ ഇതിൻ്റെ കൂടെ വെച്ച് കൊടുക്കാം. അപ്പോൾ നേന്ത്രപ്പഴത്തിൻ്റെ നൂൽപുട്ടായതുകൊണ്ട് തന്നെ നേന്ത്രപ്പഴം കൂടെ ഇതിൻ്റെ കൂടെ കഴിക്കുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റാണ്. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് കഴിക്കുമ്പോഴാണ് അടിപൊളി കേട്ടോ. ഈ ഒരു സോസും ഈ ഒരു നേന്ത്രപ്പഴവും അതേപോലത്തെ ഈ നേന്ത്രപ്പഴത്തിൻ്റെ ഇടിയപ്പവും. അപ്പോൾ ഇത് കഴിച്ചാൽ നമുക്ക് എന്താ പറയുക, പിന്നെ കഴിക്കാൻ തോന്നുന്ന ഒരു ടേസ്റ്റാണ്, നേന്ത്രപ്പഴം കൂടി ആയതുകൊണ്ട്. ഇതിപ്പോൾ ഞാൻ തേങ്ങയാണ് ഇട്ട് കൊടുക്കുന്നത്, മേലെ കുറച്ച് തേങ്ങ ഇട്ടുന്നുള്ളൂ. സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് വൈകുന്നേരത്തെ ഒരു ടീ ടൈം സ്നാക്കായിട്ടുമൊക്കെ ഉപയോഗിക്കുക. അതേപോലെ തന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് പറ്റും. പിന്നെ രാത്രി ഡിന്നറിന് പകരം പറ്റും. എല്ലാം എന്ത് ഇതിലും കഴിക്കാൻ പറ്റുന്ന ഒരു സാധനമാണിത്. പിന്നെ വേറെ കറീൻ്റെ ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് തേങ്ങാപ്പാൽ മതി. ഇതിപ്പോൾ ഞാനിങ്ങനെ കുറുക്കിയെടുത്തുന്നേ ഉള്ളൂ. അപ്പോൾ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ആരും മറന്നു പോകരുത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായല്ലോ ഈ ഒരു നേന്ത്രപ്പഴത്തിൻ്റെ ഇടിയപ്പം എന്ന് പറയുന്നത്. നിങ്ങൾ കുറേ കണ്ടിട്ടുണ്ടാവും. ഇതൊരു ഈസി മെത്തേഡാണ്, എല്ലാവരും ട്രൈ ചെയ്യുക. ഇൻഷാ അല്ലാഹ് ഇനി അടുത്തതിൽ കാണാം. അസ്സലാമു അലൈക്കും.